Hello, welcome back to Ledino. KTU BTech 2024 scheme S3 സ്റ്റുഡൻസിന് കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് എക്കണോമിക്സ്. ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ബ്രാഞ്ചസ്. അപ്പൊ കഴിഞ്ഞ സെമിസ്റ്ററിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നൊരു സബ്ജക്ട് പഠിച്ചു. അതേപോലെ ജനറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ഗ്രാജുവേഷൻ നമ്മളൊരു കോർപ്പറേറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓൺടർപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എഞ്ചിനീയറിംഗ് എക്കണോമിക്സിന്റെ ബേസിക്സ് എങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മുടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് നോക്കാം. അതിന് മുന്നേ ഈ ഒരു സബ്ജക്റ്റിന് നമുക്ക് ഇന്റേണൽ മാർക്സ് 50 ആണ്. അതേപോലെ തന്നെ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ നമുക്കത് യൂണിവേഴ്സിറ്റി എക്സാമിന് 50 മാർക്കാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് 100 മാർക്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, സോ 4 മോഡ്യൂൾ തന്നെയാണ്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് എക്കണോമിക് കോൺസെപ്റ്റ്സ്. ഓക്കെ, ബേസിക് എക്കണോമിക് കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആദ്യം അറിഞ്ഞിരിക്കണം. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി, അതിന്റെ മെഷർമെന്റ്, എക്വിലിബ്രിയം, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് സപ്ലൈ, production function, law of variable proportion, economics of scale, internal and external economics, scope, Douglas production function. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരു പുതിയ സബ്ജക്റ്റ് ആണ്. നമ്മൾ +2 ലെവലിൽ പോലും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ടേംസ് ഒക്കെ കാണുമ്പോൾ വളരെ പുതിയതായിട്ട് നമ്മളൊരു പുതിയ സബ്ജക്ട് പഠിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഇത് ഉണ്ടാവുക. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് വരുന്ന കോസ്റ്റ് കോൺസെപ്റ്റ്സ് ആണ്. സോഷ്യൽ കോസ്റ്റ്, പ്രൈവറ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഷോർട്ട് റൺ കോസ്റ്റ് കർവ്, റവന്യൂ കോൺസെപ്റ്റ്സ്, firms and their objectives, types of firms, markets, perfect competition, monopoly, monopolistic competition, oligopoly, അങ്ങനെയുള്ള കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേംസിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും ഒക്കെയുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. ഇനി തേർഡ് മോഡ്യൂളിൽ നമുക്ക് വരുന്നത് മോണിറ്ററി സിസ്റ്റം, അതായത് എന്താണ് മണി, അതിന്റെ ഫങ്ഷൻ, അതുപോലെ സെൻട്രൽ ബാങ്കിങ്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ദെൻ ടാക്സേഷൻ, GST, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കോമൺ മാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് നമ്മളിപ്പം ആസ് എ സബ്ജക്ട് പഠിച്ചില്ലെങ്കിലും ഒരു ജനറൽ അവയർനെസ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ദെൻ നാഷണൽ ഇൻകം, സർക്കുലർ ഫ്ലോ, മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആൻഡ് ഡിഫിക്കൽട്ടി, സ്റ്റോക്ക് മാർക്കറ്റ് ഫങ്ഷൻസ്, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. ഇത്രയും ടോപ്പിക്സ് മോഡ്യൂൾ 3 വരുന്നുണ്ട്. ആൻഡ് മോഡ്യൂൾ 4 വാല്യൂ അനാലിസിസ് ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ്, കോസ്റ്റ് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, യൂസ് വാല്യൂ, എസ്റ്റീം വാല്യൂ, എയിംസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയ ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ് പ്രൊസീജിയർ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, പ്രോസസ് പ്ലാനിംഗ്. അപ്പൊ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ PGയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊന്നും ഒരു സബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം നമ്മളൊരു ഓൺട്രപ്രണർ ആവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് അന്ന് ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു എന്ന് പേഴ്സണലി വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ബിസിനസ്സിലേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ എന്തായാലും ഈ ഒരു സബ്ജക്ട് വളരെയധികം യൂസ്ഫുൾ ആവും. ഇനി അത് അങ്ങനെയല്ല, നമ്മളൊരു എംപ്ലോയി ആയിട്ട് പോവുകയാണെങ്കിൽ പോലും ഇതൊക്കെ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ ആ ഒരു സീരിയസ്നെസ് ആയിട്ട് നമ്മൾ കാണണം. അതായത് നമ്മുടെ ടെക്നിക്കൽ സബ്ജക്ട്സിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവെ നമുക്ക് S3 തുടങ്ങുമ്പോൾ മുതൽക്ക് നമ്മുടെ കോർ സബ്ജക്ട്സ് വരെയാണ്. ഏത് ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചുകാർക്ക് ആണെന്നുണ്ടെങ്കിലും മാത്സ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കോർ സബ്ജക്ട്സ് ആണ്. അപ്പൊ അത് കൂടാതെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് എക്കണോമിക്സ്. റിലാക്സ് ചെയ്ത് നമുക്ക് പഠിക്കാം. മറ്റ് സബ്ജക്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിലാക്സ് ചെയ്ത് പഠിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇന്റേണൽ അസസ്മെന്റിൽ ഒരു ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡൻസ് 10 മാർക്കാണ്. പിന്നെ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ അസൈൻമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡിയോ ഒരു ചെറിയൊരു മൈക്രോ പ്രോജക്റ്റോ ആയിരിക്കും. അതിനാണ് 15 മാർക്ക്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ, റിട്ടൺ എക്സാമിനേഷൻ 12.5, ഫസ്റ്റ് സീരീസ്, രണ്ടാമതിന് 12.5, അങ്ങനെയാണ് മാർക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ ടോട്ടൽ 50 മാർക്കിനാണ് നമുക്ക് ഇന്റേണൽ അസസ്മെന്റ് വരുന്നത്. ഓക്കെ,
ഇനി ഇതിന്റെ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്സും അതിന്റെ റെഫറൻസ് ബുക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് അവൈലബിൾ ആയിരിക്കും. അതൊക്കെ എക്സ്ട്രാ റീഡിംഗ് വഴി നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ ഓൺലൈൻ ആയിട്ടുള്ള സൈറ്റുകൾ വഴിയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോ മാനേജറിയൽ എക്കണോമിക്സ് ഉണ്ട്, ടാറ്റ മെക്ഗ്രോ-ഹില്ലിന്റെ. ദെൻ എഞ്ചിനീയറിംഗ് എക്കണോമി PHIയുടെ, എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് PHIയുടെ തന്നെ ഉണ്ട്. ദെൻ എഞ്ചിനീയറിംഗ് എക്കണോമി മെക്ഗ്രോ-ഹില്ല്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ടാറ്റ മെക്ഗ്രോ-ഹിൽ, then engineering economics and analysis, engineering press Texas, then contemporary engineering economics, Prentice Hall of India Limited. പബ്ലിഷേഴ്സിന്റെ പേരുമാണ് പറഞ്ഞത്. അപ്പൊ ഈ ബുക്സ് ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് കൂടാതെ ഓൺലൈൻ ആയിട്ടുള്ള കണ്ടന്റ്സും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സബ്ജക്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.